ഹലോ. അപ്പോൾ ഇന്ന് രാവിലെ നമുക്കൊരു ട്രെയിനിങ്ങിന് പോവാണ്ട് കേട്ടോ. അത് കാരണം ഇന്ന് രാവിലെ ഓട്ടട തേങ്ങാപ്പാലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മൾ പച്ചരി തേങ്ങ മാത്രം അരച്ചിട്ടാണ് ഓട്ടട ചുട്ടെടുത്തിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് പൊങ്ങി വരുന്ന നല്ല സോഫ്റ്റ് ഓട്ടട ആയിരുന്നു കേട്ടോ. നമ്മൾ ട്രെയിനിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ട്രെയിനിങ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വീട്ടിലെത്തിയത് വൈകിട്ടാണ്. അപ്പോൾ വൈകിട്ട് നമ്മൾ പിന്നെ ചപ്പാത്തി ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നല്ല സോഫ്റ്റ് ചപ്പാത്തി ഉണ്ടാക്കണ റെസിപ്പിയും കൂടിയാണ് ഇട്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വെള്ളം എടുത്തിട്ട് ആദ്യം ഒന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ആ വെള്ളത്തിലേക്ക് നമ്മളൊരു 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി, ഒരു നുള്ളു ഉപ്പും 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ചെറിയ ചൂടിൽ തന്നെയാണ് ഇത് മിക്സ് ചെയ്തെടുക്കുന്നത്. അത് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1.5 ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ഈ വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള വെള്ളം പൊടിയും വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാനൊരു 2 കപ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് ഡ്രൈ ആക്കി എടുക്കണുണ്ട്. അതിനുശേഷം നമ്മൾ നന്നായിട്ട് കുഴച്ചൊന്ന് പരത്തിയെടുക്കാം. നമ്മൾ റാക്കിലിട്ടിട്ട് തന്നെയാണ് പരത്തിയത്, അതാണ് എളുപ്പം. നല്ല റൗണ്ടൊന്നും ആയിട്ടില്ലെങ്കിലും ഏകദേശം ഒരു രൂപം ആക്കിയെടുത്തിട്ടുണ്ട്. നമ്മൾ ചപ്പാത്തി ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്, നന്നായിട്ട് പൊങ്ങി വരും കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് പൊങ്ങി വരുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഓയിലോ തേച്ച് കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് തേച്ച് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം തേച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമ്മളിന്ന് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ ഉള്ളിക്കറിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. നമ്മൾ എത്ര വലിയ ടേബിളാണെങ്കിലും താഴെ ഇരുന്ന് കഴിക്കുന്ന സുഖം ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ.